ഫൈസാബാദ്. ഈ അവിടെ അവിടെ എന്താ സംഭവിച്ചേക്കുന്നത് നമ്മൾ കണ്ടോളൂ. നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പോയി അവിടെ ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു, തന്ത്രിയായി നിന്നു, എല്ലാ ഒക്കെ നടത്തി, അതിൻ്റെ ഉദ്ഘാടനം നടത്തി, വളരെ എല്ലാവിധ വൈകൃതങ്ങളുമെല്ലാം അവിടെ കാണിച്ചു. എന്തൊക്കെ കാണിക്കാമോ കാണിച്ചു കൂട്ടാമോ അതെല്ലാം കാണിച്ചു. ലോക ശ്രദ്ധയിൽപ്പെടുന്ന കാര്യമാണ്. ഇത് മുഴുവൻ കാണിച്ചു കൂട്ടിയിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം വിചാരിച്ചു ഇനി അത് ഇടിച്ചു കളയുമെന്ന് വരെ പറഞ്ഞു കളഞ്ഞു ഇവിടെ കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ. പക്ഷേ അവിടുത്തെ ജനങ്ങൾ എന്താ ചെയ്തേ? അവിടെ ജനങ്ങൾ അതിന് തിരിച്ചു കൊടുത്തല്ലോ. 1.5 ലക്ഷം ഭൂരിപക്ഷത്തിൽ അവിടുത്തെ എതിർഭാഗം സ്ഥാനാർത്ഥിയെ, അതായത് ഈ നമ്മുടെ മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടിയിൽപ്പെട്ട SP-യിലെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അവിടെ BJPക്ക് ജയിക്കാൻ പറ്റിയില്ല. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ എന്താണെന്ന്. അവിടുത്തെ ജനങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്ന് മനസ്സിലായല്ലോ. അവിടുത്തെ ജനങ്ങൾ ഒരു ക്ഷേത്രം എന്നുള്ളതല്ല, അതിനെ അപ്പുറത്തോട്ട് അവർ കാണുന്നില്ല. ആ ക്ഷേത്രത്തിൻ്റെ മുതലെടുപ്പ് അവർ ആഗ്രഹിക്കുന്നില്ല. ക്ഷേത്രം രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള കാഴ്ചപ്പാട് അവിടുത്തെ ജനങ്ങൾക്കില്ല. എനിക്കൊരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ. കുറേയൊക്കെ ഇത്രയൊക്കെ ഇതുപോലൊരു തിരിച്ചടി UP-യിൽ ഞാൻ പ്രതീക്ഷ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. കാരണം അവിടെ നമ്മുടെ അഖിലേഷ് യാദവും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മീറ്റിങ്ങിൽ അവർക്ക് പ്രസംഗിക്കാൻ വയ്യാതെ വന്നു. അവിടുത്തെ ആൾത്തിരക്കും ബഹളവും കാരണം എന്ന് വെച്ചാൽ അതുപോലെ ആളുകളാണ് ഇവരെ കാണാൻ, രാഹുൽ ഗാന്ധിയെ കാണാൻ. യഥാർത്ഥത്തിൽ ഈ ഇലക്ഷൻ്റെ ഈ ഇന്ത്യ മുന്നണിയുടെ വിജയം എന്ന് പറയുന്നത്, ഇന്ത്യ മുന്നണി അവർക്ക് ഭൂരിപക്ഷം ഒന്നും കിട്ടിയില്ലത് ശരിയാണ്. ഞാൻ വിചാരിച്ചത് ഒരു 10 സീറ്റ് കൂടെ എങ്കിലും അധികം പിടിക്കും, ഒരു 250 കൊണ്ട് നിർത്തും എന്ന എനിക്കൊരു ധാരണയുണ്ടായിരുന്നു. അത് നടന്നില്ല, അത്രയും സീറ്റിൻ്റെ കുറവേ വന്നുള്ളൂ. പക്ഷേ ഇത് വാങ്ങിയെടുത്തതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അദ്ദേഹത്തോടൊപ്പം ആരുമില്ലായിരുന്നു. ഒറ്റയ്ക്ക് ഇന്ത്യ നടന്ന് തീർത്തപ്പോൾ, ഇന്ത്യ കണ്ടപ്പോൾ അത് ഗാന്ധിജിയുടെ കാൽപ്പാടുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നൊരു ബോധ്യം ജനങ്ങൾക്ക് വന്നു. അതാണ് നേട്ടം ഉണ്ടായത്, വളരെ വലിയ നേട്ടം ഉണ്ടായി. അയാൾ ചെല്ലുന്നിടത്തൊക്കെ എന്താണ് ആൾക്കൂട്ടം, എന്താ ബഹളം. അവരുടെ ഇടയിലൊക്കെ ഇറങ്ങിച്ചെന്ന് വളരെ സ്വതന്ത്രമായിട്ട് സംസാരിക്കുക, ആ തലക്കനമൊന്നുമില്ല, മര്യാദയ്ക്കുള്ള കാര്യങ്ങൾ പറയുക. പഠിച്ചു, ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ച് പഠിച്ചു, ഇന്ത്യയിലെ ജനങ്ങളെക്കുറിച്ച് പഠിച്ചു. ആ ജനങ്ങൾ അത് തിരിച്ചു കൊടുത്തു. അതാണിപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ ഞാൻ പറഞ്ഞില്ലേ, UP-യിൽ ഇതുപോലൊരു തിരിച്ചടി ഒരിക്കലും ഇത്രത്തോളം വലിയ കൊല്ലുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രി എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി അവിടെ ഉള്ളത്. അപ്പം ആ രീതിയിലുള്ള അവിടെ ആയിട്ട് പോലും അവിടെ എന്താ സംഭവിച്ചേക്കുന്നത് നമ്മൾ കണ്ട്. 44 സീറ്റ് കേട്ടോ. ഇന്ത്യ മുന്നണിക്ക് 44 സീറ്റ്, ബാക്കിയാണ് 36 സീറ്റോ എന്തോ ആണ്, 36 34 എന്ന് ഞാൻ ഓർക്കുന്നില്ല, അത്രയും. ആ 34 തോന്നുന്നു, അതാണ് BJPക്ക് അവിടെ കിട്ടിയത്. ആ സംസ്ഥാനത്തിൻ്റെ കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇത്രത്തോളം വർഗീയ വിദ്വേഷം വിളമ്പി, അത് വർഗീയ വിദ്വേഷം തുപ്പി, എന്നിട്ട് സംഭവിച്ചത് ഇതാണ്. അപ്പോൾ ജനങ്ങൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഞാൻ പറഞ്ഞേ, എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, UP-യിലൊക്കെ ജനങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവില്ലാത്തവരാണെന്നും അവരിതൊന്നും നോക്കുന്നില്ല എന്നും അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല എന്നും. പക്ഷേ അത് തെറ്റാണ് എന്ന് കണ്ടു. എനിക്ക് ഇന്ത്യയിലെ ജനങ്ങളോട് ഇന്ന് വളരെ ബഹുമാനമുണ്ട്. അതിൻ്റെ കാരണം ഇത് തിരിച്ചറിഞ്ഞല്ലോ. ഈ കള്ളത്തരങ്ങളും കള്ള നാണയങ്ങളെയും ആളുകൾ തിരിച്ചറിഞ്ഞല്ലോ എന്നുള്ളത് മതി. ഇനി യഥാർത്ഥത്തിൽ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ചെയ്യേണ്ടത് രാജിവെച്ചൊഴിയണം. അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം ഏൽക്കാൻ പാടില്ല. കാരണം 5 ലക്ഷത്തിൽ പരം മാൻഡേറ്റ് ഉണ്ടായിരുന്ന അദ്ദേഹം 1.5 ലക്ഷത്തിലേക്ക് അധപ്പതിച്ചപ്പോൾ മനസ്സിലാക്കണം, ഒരു തവണ ആദ്യമൊക്കെ എന്താണെന്ന് പറയും, പിന്നിലായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി, പിന്നിലായിരുന്നു. അത് 6,000 ശിഷ്ടം വോട്ടുകൾക്ക് ആദ്യം ഒരുപാട് നേരം അദ്ദേഹം പുറകിലായിരുന്നു. പിന്നീടാണ് ഗ്രാജുവലായിട്ട് കയറി കഷ്ടപ്പെട്ട് എന്തായാലും 1.5 ലക്ഷം വോട്ടിന് വിജയിച്ചത്. രാഹുൽ ഗാന്ധിയോ ഇതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ ഭൂരിപക്ഷം 2 മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിനുണ്ട്. അത് റായ്ബറയിലായാലും അതുപോലെ തന്നെ വയനാട്ടിലായാലും നമ്മൾ കണ്ടതാണ്. ഇതാണ് ജനങ്ങൾ ഇതിന് കൊടുക്കുന്ന മറുപടി. ജനങ്ങൾ നല്ല രീതിയിൽ മറുപടി കൊടുത്തു എന്നുള്ളതാണ്. അതേപോലെ തന്നെ അത്രത്തോളം തലക്കനമായിട്ട് നടന്ന സ്മൃതി ഇറാനി, ആ കൊടുത്ത ട്രീറ്റ്മെൻറ്റ് വളരെ വലുതായിരുന്നു കേട്ടോ. അമേഠിയിൽ മത്സരിച്ചത് ആരാണ്? അതായത് ഇവരുടെ ബാല്യക്കാരനാണ് എന്ന് പറഞ്ഞാണ് ശർമ്മ അദ്ദേഹത്തിനെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്, ആ സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി.
ഇവരുടെ, അതായത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ ബാല്യക്കാരനാണ്, വീട്ടിലെ ബാല്യക്കാരനായിട്ട് നടക്കുന്ന എന്നുള്ള രീതിയിലുള്ള ആരോപണമൊക്കെ ആയിരുന്നു അദ്ദേഹത്തിനെതിരെ. അദ്ദേഹം ആ രീതിയിലാണ് ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്. ഈ ആക്ഷേപിച്ചുകൊണ്ടിരുന്നുണ്ടല്ലോ ആ ആള്, അദ്ദേഹം ജയിച്ചത് ഈ എത്ര വോട്ടിനാണ് ഇവരെ തോൽപ്പിച്ചത്? 1,00,000-ൽ കൂടെ പരം വോട്ടിന് സ്മൃതി ഇറാനി അവിടെ തോറ്റുപോയി, അടിയറവ് പറഞ്ഞു. യഥാർത്ഥത്തിൽ കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് നമുക്കിതിന് പറയാം, കാണാം ഓരോരുത്തർക്കും. നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ അഹന്തയ്ക്കും അതുപോലെ ഈ രീതി വ്യക്തിപ്രഭാവം, ഞാൻ ഒരു പ്രഭാവവും അവിടെ കാണുന്നില്ല, അതില്ല. കാരണം അവിടുത്തെ ജനങ്ങൾ കാണിച്ചു കൊടുത്തു നിങ്ങളൊന്നും അല്ല എന്ന് കാണിച്ചു കൊടുത്തതാണ്. ഇനിയെങ്കിലും കുറച്ചുകൂടെ മര്യാദയായിട്ടിരിക്കും എന്ന് നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാം. കാരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഉണ്ടല്ലോ, മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലാവുന്നില്ല എന്ന് നടിക്കാം, അവർക്ക് അങ്ങനെ അഭിനയിച്ചോട്ടെ, നല്ല അഭിനേതാക്കളാണ് ഇവരൊക്കെ. അതുകൊണ്ട് നമുക്കതൊന്നും പറയാൻ നോക്കില്ല, അത് അവർ ആ രീതിയിൽ കൊണ്ടുപോകും. അങ്ങനെയാണ് അവിടുത്തെ, അതായത് ഈ കേന്ദ്രത്തിലുള്ള, അതായത് നമ്മൾ എത്ര സംസ്ഥാനങ്ങളിൽ നമ്മളത് കണ്ടത്. നമ്മൾ കണ്ട തെലുങ്കാനയിലെ ഒന്നും കിട്ടത്തില്ലെന്ന് വിചാരിച്ചിരുന്നു, പകുതിയല്ലേ, പകുതി സീറ്റ് കോൺഗ്രസ് പിടിച്ചില്ലേ. രാജസ്ഥാനിൽ അത്തരം സീറ്റുകൾ കോൺഗ്രസ് വാങ്ങിയില്ലേ. ഈവൻ ഗുജറാത്തിൽ ഇവർ കുറേ കാലത്തിന് ശേഷം കോൺഗ്രസ് ഒരു അക്കൗണ്ട് തുറന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ യു പി ഒരിക്കലും ഈ കോൺഗ്രസിനോ അല്ലെങ്കിൽ SP-ക്കോ അപ്രാപ്യമായിട്ടുള്ളതാണ് എന്നൊരു ധാരണയുണ്ടായിരുന്നു. അല്ലല്ലോ, അല്ല. ഇനി ഇതിലും ഭൂരിപക്ഷം കൂടുകയുള്ളൂ മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ. യോഗി ആദിത്യനാഥിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വീണ്ടും അവിടെ പരാജയം അവർ വരും.